എന്താണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്? എൻഡോസ്കോപ്പി ഉപയോഗിച്ച് ഉള്ളിലുള്ള അവയവങ്ങളെ സ്കാൻ ചെയ്യുക എന്ന ഒരു പരിശോധനാ രീതിയാണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്. എൻഡോസ്കോപ്പിയുടെ അറ്റത്ത് ഒരു ചെറിയ അൾട്രാസൗണ്ട് പ്രോബ് ഘടിപ്പിച്ച് എൻഡോസ്കോപ്പിയിലൂടെ, അത് അന്നനാളത്തിലൂടെ, ആമാശയത്തിലൂടെ, ചെറുകുടലിലൂടെ, വൻകുടലിലൂടെ അതിന് വെളിയിലുള്ള അവയവങ്ങളെ നിരീക്ഷിക്കാനും അവയിലുണ്ടാവുന്ന മുഴകളോ പഴുപ്പുകളോ ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കുവാനും ആണ് US പ്രധാനമായും ഉപയോഗിക്കുന്നത്. അന്നനാളത്തിൽ നിന്ന് നമ്മുടെ നെഞ്ചിന്റെ ഇരു ലങ്സിന്റെ നടുവിലുള്ള ഭാഗം മീഡിയസ്റ്റൈനം എന്ന് പറയും. ആ ഭാഗത്ത് നമുക്ക് കാണുവാനും അവിടെ ഉണ്ടാവുന്ന കഴലകളെയും മറ്റു അസുഖങ്ങളെയും കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാക്കുവാനും അങ്ങനെ എന്തെങ്കിലും മുഴകളോ കഴലകളോ ഉണ്ടെങ്കിൽ അതിന് ദശയെടുത്ത് പരിശോധിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ആമാശയത്തിൽ നിന്ന് നമുക്ക് ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, ഇടതുവശത്തെ കിഡ്നി, ഇടതുവശത്തെ അഡ്രിനൽ ഗ്ലാൻഡ്, സ്പ്ലീൻ എന്നീ അവയവങ്ങളെ നിരീക്ഷിക്കുവാനും ഈ അവയവങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന മുഴകളും തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അത് അറിയുവാനും ഈ മുഴകളിൽ നിന്ന് ദശയെടുത്ത് പരിശോധിക്കുവാനും US വഴി സാധിക്കുന്നു. അതുപോലെ തന്നെ ചെറുകുടലിലൂടെ പാൻക്രിയാസിനെ കാണാൻ സാധിക്കുകയും പാൻക്രിയാസിൽ ഉണ്ടാവുന്ന മുഴകളെ എടുത്ത് പരിശോധിക്കുവാനും US വഴി നമുക്ക് സാധിക്കുന്നു. ഇതുപോലെ തന്നെ വൻകുടലിൽ നിന്നും നമുക്ക് US ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ഈ അവയവങ്ങളുടെ, അതായത് ആമാശയം, ചെറുകുടൽ, വൻകുടൽ, അന്നനാളം, ഈ അവയവങ്ങളുടെ ഭിത്തിയിലുണ്ടാവുന്ന മുഴകൾ സബ്മ്യൂക്കസൽ ട്യൂമേഴ്സ് എന്ന് പറയും. ഈ ട്യൂമേഴ്സിനെ കുറിച്ചും ഇവ ഏത് ലെയറിൽ നിന്നാണ് വരുന്നതെന്നും അത് ഏത് പ്രകാരമുള്ള മുഴകളാണെന്നും ഈ മുഴകളിൽ നിന്ന് ദശയെടുത്ത് പരിശോധിക്കുവാനും US നമ്മളെ സഹായിക്കുന്നു. ഞാൻ ഈ മേൽ പറഞ്ഞ പോലെ ഈ അവയവങ്ങളിൽ നിന്നോ ഈ അവയവങ്ങളുടെ വെളിയിൽ നിന്നുണ്ടാവുന്ന മുഴകളെ കുത്തിയെടുത്ത് പരിശോധിക്കുക US ഗൈഡഡ് ബയോപ്സി എന്ന് പറയും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം. രണ്ടാമതായി ഇതിന്റെ ഉപയോഗം എന്നുള്ളത് പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിൽ പഴുപ്പ് വന്ന് നമ്മുടെ ആമാശയത്തിന്റെയും പാൻക്രിയാസിന്റെയും നടുവിൽ ലെസർ സാക്ക് എന്ന് പറയും, അവിടെ പഴുപ്പ് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് US എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വെച്ച് സ്റ്റെൻഡ് ഇട്ട് നീക്കം ചെയ്യാനും സാധിക്കും. അത് ആമാശയത്തിൽ നിന്നും സാധിക്കും, ചെറുകുടലിൽ നിന്നും സാധിക്കും. എൻഡോസ്കോപ്പിക് സിസ്റ്റോഗാസ്ട്രോസ്റ്റമി എന്ന് പറയും, എൻഡോസ്കോപ്പിക് സിസ്റ്റോഡിയോർണോസ്റ്റമി എന്ന് പറയും. അപ്പോൾ മുഴകൾ കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് കൂടാതെ ഈ പഴുപ്പുകൾ നമുക്ക് എൻഡോസ്കോപ്പി വഴി സ്റ്റെൻഡ് ഇട്ട് നീക്കം ചെയ്യുവാനും US വഴി നമുക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ ഇത് ഒരു കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയും. ഫുൾ അനസ്തീഷ്യ, ജനറൽ അനസ്തീഷ്യ അല്ല. ഒരു കയ്യിൽ കാനുലേറ്റിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മളാളെ വേദന അനുഭവിക്കാത്ത രീതിയിൽ സെഡേറ്റ് ചെയ്തിട്ടാണ് US എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ CT സ്കാൻ വഴി ഈ അവയവങ്ങളിൽ ഉണ്ടാകുന്ന മുഴകളെ എന്തുകൊണ്ടുള്ള മുഴകളാണെന്ന് അറിയാൻ വേണ്ടി, സ്ഥിരീകരിക്കുവാൻ വേണ്ടി ആണ് നമ്മൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് അഥവാ US ഗൈഡഡ് ബയോപ്സി, ഈ മുഴകളിൽ നിന്ന് ദശയെടുത്ത് പരിശോധിക്കുന്ന ഒരു പരിശോധനാ രീതിയാണ് US ബയോപ്സി എന്ന് പറയുന്നത്. നമ്മൾ എൻഡോസ്കോപ്പിയുടെ അറ്റത്ത് ഒരു സാധാരണ അൾട്രാസൗണ്ട് പ്രോബ് ഘടിപ്പിച്ച് അന്നനാളത്തിന്റെ, ആമാശയത്തിന്റെ, ചെറുകുടലിന്റെ ഉള്ളിൽ പോയി അതിന് വെളിയിലുള്ള അവയവങ്ങളെ, അതായത് പാൻക്രിയാസ് ആവാം, ഗോൾ ബ്ലാഡർ ആവാം, ലിവർ ആവാം, ഈ അവയവങ്ങളെ സ്കാൻ ചെയ്ത് അതിൽ മുഴകളുണ്ടെങ്കിൽ അതിന് ദശയെടുത്ത് പരിശോധിക്കുന്ന പരിശോധനാ രീതിയാണ് US ഗൈഡഡ് ബയോപ്സി എന്ന് പറയുന്നത്. ഈ സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ മേൽപ്പറഞ്ഞ ടെസ്റ്റുകളിൽ അസുഖം കാര്യമായ വ്യാപനം ഇല്ലെങ്കിൽ അതിന് സർജറിയാണ് അതിൻ്റെ ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്, വിപ്പിൾ സർജറി എന്ന് പറയും. അതാണ് അതിൻ്റെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ചില ആളുകളിൽ പ്രായം കൂടുതൽ കൊണ്ടോ ആരോഗ്യക്കുറവ് കൊണ്ടോ അസുഖം കൂടുതൽ വ്യാപിച്ചത് കൊണ്ടോ സർജറിക്കുള്ള ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ സർജറിക്കുള്ള ഒരു കപ്പാസിറ്റിയോ പേഷ്യന്റ് ഇല്ലെങ്കിൽ പാലിയേറ്റീവ് ഓപ്ഷൻ അഥവാ അവരുടെ മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ, പനി കുറയ്ക്കാൻ, ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പിയിലൂടെ ഈ വരുന്ന ബ്ലോക്കിനെ മറികടക്കാൻ വേണ്ടി ഈ വരുന്ന വഴിയിൽ സ്റ്റെൻഡ് ഇടുക എന്നുള്ളതിനാണ് ERCP സ്റ്റെൻഡിങ് എന്ന് പറയും. മെറ്റാലിക് സ്റ്റെൻഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ്. അതുമൂലം അവരുടെ മഞ്ഞപ്പിത്തം കുറയും, ചൊറിച്ചിൽ കുറയും, പനി കുറയും. ഇതിനെയാണ് നമ്മൾ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ERCP ബിലിയറി സ്റ്റെൻഡിങ് എന്ന് പറയുക.